Welcome back. In the previous classes, we already discussed about past and future tenses. Past and present tenses. Now let us discuss the lesson 9, the future tenses. So, the use of future symbol. Now let us discuss about the future symbol. This tense is made by using shall, will plus the infinitive. So, ഇവിടെ പറയുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെസൺ 9 ഫ്യൂച്ചർ ടെൻസസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചർ സിമ്പിൾസിൻ്റെ യൂസസ് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ടെൻസ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് ഷോൾ, വിൽ പ്ലസ് ഇൻഫിനിറ്റീവ്. അതായത് ഇതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസസ് മേക്ക് ചെയ്യുന്നതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഷോൾ, വിൽ പ്ലസ് ഇൻഫിനിറ്റീവ്. ഷോളും വില്ലും ഇൻഫിനിറ്റീവും ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഐ ഷോൾ ഗോ ഇൻ ദ ഈവനിങ്, ദേ വിൽ കം ടുമാറോ. ഇനി നമുക്കൊരു പറയുന്നത് ട്രഡീഷണലി ഷോൾ വാസ് യൂസ്ഡ് വിത്ത് ദ ഫസ്റ്റ് പേഴ്സൺ ഐ, വി ആൻഡ് വിത്ത് അതർ പേഴ്സൺസ് യു. ഷോൾ എന്ന് പറയുന്നത് ഐ, വി എന്നിൻ്റെ കൂടെയും അതുപോലെ തന്നെ വില്ല് യു, ഹി, ഷീ, ഇറ്റ് സെക്കൻഡ് പേഴ്സൺ, അതർ പേഴ്സൺസ്. ഷോൾ ഫസ്റ്റ് പേഴ്സണെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണെങ്കിൽ വില്ല് എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ അതർ തേർഡ് പേഴ്സണെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ ടെൻസസ് മേക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അതൊക്കെ പണ്ടത്തെ ഗ്രാമറിയൻസ് അല്ലെങ്കിൽ പണ്ടത്തെ ഗ്രാമാറ്റീഷ്യൻസ് പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ മോഡേൺ ഗ്രാമർ യൂസേജിൽ അല്ലെങ്കിൽ മോഡേൺ വേൾഡിൽ നമ്മൾ ഗ്രാമർ എന്ന് പറയും കുറച്ചും കൂടി ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് നമ്മൾ ആ ഒരു റൂള് ഇപ്പോൾ ആളുകൾ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നില്ല. അതൊരു കോമൺ റൂളായിട്ട് ഇന്ന് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഐ എന്നുള്ളത് ഐ, വി ഒക്കെ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ മാത്രമാണ് ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇന്ന് ഐ, വി അല്ലെങ്കിൽ യു, ഹി ഒക്കെ ഒരുമിച്ച് കോമൺ യൂസേജ് ആണ് വരുന്നതെന്നാണ് പറയുന്നത്. ബട്ട് ദിസ് ഡിസ്റ്റിങ്ഷൻ ഈസ് മോർ കെപ്റ്റ് ഇൻ കോമൺ ഹിയർ ടു പീപ്പിൾ സെയിങ് ഐ വിൽ ഓർ വി വിൽ. fact they are often abbreviated to I will and we will. ഇന്നതൊക്കെ അബ്രീവിയേറ്റഡ് ഫോംസ് ആയിട്ടുണ്ട്. അബ്രീവിയേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോംസിനെയാണ് അബ്രീവിയേറ്റഡ് ഫോംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഐ എന്നുള്ളത് വി എന്നും ഷോളിൻ്റെ കൂടെ ഉപയോഗിക്കണം എന്നും വില്ല് മറ്റുള്ള യു, ഹി, ഷീ, ഇറ്റ്, ദേൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ ആ റൂള് പാലിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു. ആളുകൾ കോമൺ ആയിട്ട് അബ്രീവിയേറ്റഡ് ഫോംസ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ദിസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഷോ ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഇനി അതിൻ്റെ യൂസസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത യൂസ് എന്ന് പറയുന്നത് ആക്ഷൻസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലെ കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ the future tenses ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, the teacher will give us some assignments tomorrow. the principal will address the students at 5 PM. ഇതൊക്കെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഫ്യൂച്ചർ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ടു ഷോ അവർ ഒപ്പീനിയൻ ആൻഡ് അസംഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ ഇൻ ദ കേസ് verbs like think, believe, expect, hope, etc. introduce such assumptions. ഇപ്പോൾ നമുക്ക് ഭാവിയെ പറ്റിയുള്ള നമ്മളെ അഭിപ്രായങ്ങളും നിഗമനങ്ങളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് തിങ്ക്, ബിലീവ്, എക്സ്പെക്റ്റ്, ഹോപ്പ് ഇത്തരത്തിലുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നു. അത് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇനി നോക്കൂ, അതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ഐ തിങ്ക് ഹി വിൽ കം. ഇറ്റ്സ് ആൻ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഹോപ്പ്. അതൊക്കെ നമ്മളൊരു ഇതാണ്, ബിലീവാണ്. അത് മേ ബി സംഭവിക്കാം, നടക്കാതിരിക്കാം. അത് നടക്കുമോ നടക്കാതിരിക്കുമോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അസംഷൻ, ബിലീവ്സ്, തിങ്സിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഫ്യൂച്ചർ ടെൻസസ് ആയിട്ടുള്ള ഫ്യൂച്ചർ സിമ്പിൾ യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ടു എക്സ്പ്രസ് റെഗുലർ ആക്ഷൻസ് ഇൻ ദ ഫ്യൂച്ചർ. ക്രമമായി നടക്കുന്ന ഭാവിയിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അതായത് ഓർഡറായിട്ട്
ഓർഡറായിട്ട് ചില കാര്യങ്ങൾക്ക് ചില ഓർഡേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നോക്കൂ, അതിന് എക്സാമ്പിൾസ് പറയുകയാണെന്ന് വെച്ചാൽ ഫാർമർ വിൽ പ്ലാൻ ദെയർ ക്രോപ്സ് ആഫ്റ്റർ റെയിൻ. ഫാർമേഴ്സ് അത് ക്രമമായിട്ട് നടക്കുന്ന കാര്യമാണ്. മഴയ്ക്ക് ശേഷമേ നമ്മളെപ്പോഴും വിത്തെറിയാറുള്ളൂ. വിത്തെറിഞ്ഞ് വിളവുണ്ടാക്കണം, നല്ല പ്രൊഡക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോപ്സൊക്കെ മഴയ്ക്ക് ശേഷം മാത്രമേ കർഷകർ പ്ലാൻ ചെയ്യുള്ളൂ. അതൊരു ക്രമമായിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡറായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇനി അടുത്ത് നോക്കൂ, ദ പോലീസ് വിൽ പെട്രോൾ ദ സിറ്റി. ദ ബേർഡ്സ് വിൽ കം ബാക്ക് ഇൻ സമ്മർ. അതായത് സമ്മർ സീസണിലാണ് ബേർഡ്സ് നാട്ടിലേക്ക് തിരിച്ചെത്തുക, അല്ലെങ്കിൽ അവർ എപ്പോഴും ഈ പക്ഷികളൊക്കെ ദേശാടന പക്ഷികളൊക്കെ തിരിച്ചെത്തുന്ന സമയം സമ്മർ സീസൺ ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് വില്ലിങ്നെസ് ടു ഷോ വില്ലിങ്നെസ്, അല്ലെങ്കിൽ നമ്മളെ ഒരു സമ്മതം, നമ്മളൊരു കൺസെൻറ്റ് കാണിക്കുന്നതിനും നമ്മൾ ഫ്യൂച്ചർ ടെൻസ് അതായത് ഫ്യൂച്ചർ സിമ്പിൾ യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഡൂ ദ ക്ലീനിങ് ടുഡേ. ഇന്നത്തെ ദിവസം ഞാനിവിടെ ക്ലീൻ ചെയ്തോളാം. എന്തൊരു സിമ്പിളാലേ, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഐ വിൽ ഗോ ടു ദ ഷോപ്പ് ടു ബൈ ഫിഷ്. ഇനി അടുത്തത് ഓഫറിങ് ഹെൽപ്പ് ടു അതേഴ്സ്. അടുത്തത് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്, വാഗ്ദാനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ടു ഓഫറിങ് ഹെൽപ്പ് ടു അതേഴ്സ്. അതിന് എക്സാമ്പിൾസ്, ഐ ഷാൾ ക്യാരി ദ ബാഗ് ഫോർ യു. എന്താ ഐ ഷാൾ ക്യാരി ദ ബാഗ് ഫോർ യു. നമ്മൾ സഹായങ്ങൾ ഓഫർ ചെയ്യാൻ, നമ്മളെ കൺസെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇനി അടുത്തതായിട്ട് പറയുന്നത് യൂസ് ഓഫ് ദ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് യൂസ് ഓഫ് ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ യൂസാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ സിമ്പിൾ പറഞ്ഞു. ഇനി യൂസ് ഓഫ് ദി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ യൂസാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഓൾ ഓഫ് യു പ്ലീസ് ട്രൈ ടു ലിസൺ ഹിയർ. ദിസ് ടെൻസ് ഈസ് മെയ്ഡ് ബൈ യൂസിങ്, ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് will or shall plus be means be plus ing form of the verb. It is used to show that some actions will be taking place at a given time in future. There is no definite plan or argument, but the action will happen in the natural course. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ യൂസസ് ആണ് കേട്ടോ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, കുറേ യൂസസ് പറഞ്ഞു സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ. ഇനി നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ യൂസാണ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇതിൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമെന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കൃത്യമായി പ്ലാനോ അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് പ്ലാനോ അറേഞ്ച്മെൻറ്റോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ ഒരു കാര്യം അത് നമ്മൾ ആ നാച്ചുറൽ കോഴ്സ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ നടന്നു പോകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഐ വിൽ ബി ടോക്കിംഗ് ടു ദ പ്രിൻസിപ്പൽ ഇൻ ദ ഈവനിങ്. അപ്പോൾ ഐ വിൽ ബി ദ ഗവൺമെൻറ് വിൽ ബി മേക്കിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് ലേറ്റർ. ഇപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സിലും പറയുന്നതെന്ന് വെച്ചാൽ ഐ വിൽ ബി ടോക്കിംഗ് ടു ദ പ്രിൻസിപ്പൽ ഇൻ ദ ഈവനിങ്. ഇപ്പോൾ ഇതിൽ നോക്കൂ, ഈ പ്രിൻസിപ്പളായിട്ട് ടോക്ക് ചെയ്യുന്നുള്ളത് അവർ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മേ ബി നടക്കാൻ പോകുന്ന ആ കാര്യം ദർ ഇസ് നോ ഡെഫിനിറ്റ്, അതിനൊരു പ്രത്യേക പ്ലാനോ അറേഞ്ച്മെൻറ്റോ ഒന്നും അവർ തയ്യാറാക്കുന്നില്ല. അതൊരു നാച്ചുറൽ കോഴ്സ് ഓഫ് ടൈം പോലെ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവം പോലെ അതിനുള്ളിൽ നടന്നു പോകാട്ടെ, ഒരു ടൈം ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ നടന്നു പോകുമെന്ന് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. Because this tense is talk about something that if happen, everything is as we planned. We often use this tense to ask politely about what some is going to do. ഇനി അടുത്ത യൂസ്, ഭാവിയിലെ ഒരു കാര്യം നടക്കാൻ മറ്റു പല കാര്യങ്ങളും നടക്കേണ്ടതിന് ഒരാളോട്
ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. അതായത് ഇനിയിപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ചില കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടത്താൻ അതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് വേറെ പല സംഭവങ്ങളും നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കീഴിലോ അല്ലെങ്കിൽ ഒരാളടുത്ത് പോയി ചോദിക്കുകയാണ്, അപ്പോൾ അയാൾ എങ്ങനെയാണ് ഈ സംഭവം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടത്താൻ അയാൾ എന്ത് പ്ലാനിങ്ങാണ് നടത്തുന്നതെന്ന് നമ്മൾ പൊളൈറ്റായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ടെൻസാണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസസ് ആണ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. വിൽ യു ബി ടോക്കിംഗ് ടു യുവർ will you be taking your camera to the wedding? I am asking indirectly and politely, perhaps I want to take some pictures. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇവിടെ ഇൻറ്റൻഷൻ വെച്ചാൽ വേറെ പല കാര്യങ്ങളും നടത്തേണ്ടത്. കാരണം വിൽ യു ബി ടേക്കിംഗ് യുവർ ക്യാമറ ടു ദ വെഡ്ഡിങ്, നീ നിൻ്റെ ക്യാമറ ആ വെഡ്ഡിങ്ങിന് എടുക്കുന്നുണ്ടോ? പക്ഷേ അതിൽ പർപ്പസ് വേറെ പലതും ഉണ്ട് കേട്ടോ. ഐ എം ആസ്കിങ് ഇൻഡയറക്ട്ലി ആൻഡ് പൊളൈറ്റ്ലി, നമ്മൾ ഇൻഡയറക്റ്റായിട്ടും പൊളൈറ്റായിട്ടുമാണ് ചോദിച്ചത്. അപ്പോൾ അയാളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുക്കണം കല്യാണത്തിന്. അതിന് വേണ്ടിയിട്ട് മറ്റേ ആളെ എടുത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെ ഇത് നീ എടുക്കുന്നുണ്ടോ? അപ്പോൾ ഇത്തരം പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ കാണിക്കാനും നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ടു മേക്ക് ഗെസ്സസ് എബൌട്ട് ദി പ്രസൻറ്റ്, അതായത് പ്രസൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗസ് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെൻസാണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത് മൈ വൈഫ് വിൽ ബി കുക്കിംഗ്, ഐ തിങ്ക് ഷീ ഈസ് കുക്കിംഗ് ബട്ട് ഐ ആം നോട്ട് ഷുവർ. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും, പക്ഷേ നമ്മളിങ്ങനെ ഏകദേശം ഗസ് വർക്ക് നടത്തുമ്പോൾ ഇപ്പോൾ അയാൾ അതായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഹി വാസ് ഡൺ ദാറ്റ് വർക്ക് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഈ ടൈമിൽ അയാൾ അതാണല്ലോ ചെയ്യാറെന്നൊക്കെ വിചാരിക്കുന്നത്. അത്തരം ഗസ് വർക്കുകൾ നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ലാസ്റ്റായിട്ടല്ല, ദ യൂസ് ഓഫ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ യൂസ് ആണ് ഇനി പറയുന്നത്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ദിസ് ടെൻസ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. Once more, I repeat once more that this tense is made by using will, shall plus have plus past participle form of the verb. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഐ ഷാൾ ഹാഡ് ഗോൺ ബൈ മൺഡേ, ഞാൻ തിങ്കളാഴ്ച പോകുമെന്നാണ് പറയുന്നത്. ദേ വിൽ ഹാവ് ഫിനിഷ്ഡ് ദെയർ വർക്ക് ബൈ നെക്സ്റ്റ് ജനുവരിയോടുകൂടി അവരവരുടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്യുമെന്ന് പറയുന്നു. ഇനി ഈ ടെൻസിൻ്റെ യൂസ് എന്ന് പറയുന്നത് ദിസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് ബൈ സർട്ടൻ ടൈം ഇൻ ദ ഫ്യൂച്ചർ സം ആക്ഷൻ വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ്. ഇപ്പോൾ നമ്മൾ ഭാവിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പ്രവൃത്തി തീർന്നിരിക്കുന്നു കാണിക്കുക, ഒരു പ്രത്യേക ടൈമിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രവൃത്തി തീർന്നിരിക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, ദേ വിൽ ഹാവ് ഫിനിഷ്ഡ് ദെയർ വർക്ക് ബൈ ജാനുവരി. ആ നെക്സ്റ്റ് ജാനുവരി ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ അവരവരുടെ വർക്ക് തീർക്കുന്നു കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ടൈം ഷെഡ്യൂൾ പറഞ്ഞുകൊണ്ട് ഇന്നൊരു കാര്യം പൂർത്തിയാവും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ബൈ 4 o'clock ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്, ഞാൻ 4 മണിക്കുള്ളിൽ ഞാൻ എൻ്റെ എല്ലാ വർക്കും തീർത്തിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഈ ടെൻസസൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിലല്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക. ചിലപ്പോൾ ആദ്യമൊക്കെ തെറ്റുമായിരിക്കും, പക്ഷേ പിന്നെ അത് ശരിയായി വരും. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഗ്രാമർ നിങ്ങളെ മനസ്സിൽ നിൽക്കുകയുള്ളൂ, അത് മനസ്സിലാവത്തേ ഉള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ ലാസ്റ്റായിട്ട് പറയുന്നത് ദ യൂസ് ഓഫ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. യൂസ് ഓഫ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് അതിൻ്റെ ഫോർമുലയാണ് പറയുന്നത്. ദിസ് ടെൻസ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ശ്രദ്ധിക്കുക, ദിസ് ടെൻസ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് വിൽ ഓർ ഷോൾ plus have plus been plus ing form of the verb. So നമ്മൾ എന്ത് കാര്യത്തിനാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് at a given time in the future some action which began in the past will still be continue. അതായത്
ഒരു പ്രത്യേക സമയത്ത് പണ്ട് തുടങ്ങിയിട്ടില്ല, അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റിൽ അത് ഫ്യൂച്ചറിലും ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റിൽ നടന്നൊരു കാര്യം അത് ഫ്യൂച്ചറിലും ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നു അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഐ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് for 20 years in 2020. My parents will have been studying in Dubai for 30 years in 2080. അതായത് My parents will have been staying in Dubai for 30 years in 2018. അതായത് 2018 മുതൽ ദുബായിൽ 30 വർഷമായിട്ട് ഇപ്പോഴും ആ പ്രക്രിയ നടക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങളെ പാരൻസ് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. 2018 മുതൽ ഇപ്പോഴും ഞങ്ങളെ പാരൻസ് അവിടെയാണ് ദുബായിലാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണ്ട് പാസ്റ്റിൽ നടന്നൊരു സംഭവം ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രസൻറ്റ് ടൈമിലും ഫ്യൂച്ചറിലും അത് നടന്നുകൊണ്ടിരിക്കുകയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്യൂച്ചർ ടെൻസാണ്. ഫസ്റ്റ് ഫ്യൂച്ചർ സിമ്പിൾ പറഞ്ഞു, അതിനുശേഷം ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറഞ്ഞു, പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞു, പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പറഞ്ഞു. ഇതിൻ്റെ ഫോർമുലയും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യേണ്ട സന്ദർഭങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇതിലുള്ള എക്സസൈസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. എനിവേ താങ്ക്സ് എവരിബഡി, താങ്ക്സ് എ ലോട്ട്.